ഡീ ചായ എവിടെ? കാലത്ത് എനിക്കിപ്പോ ചായ ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഇവിടെ ചായയും ഇല്ല അവളും ഇല്ല. ഇതിന് മാത്രം അവൾക്ക് അവിടെ എന്താ പണി? ഇന്നലെ ഒരു പഴഞ്ചൻ സാധനത്തിന് എന്റെ തലയിൽ കെട്ടി വെച്ചോണ്ട് ചെയ്യുന്നു. ബിന്ദു ഇപ്പഴെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ തോന്നിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കാലത്ത് നേരത്തെ ചായ വേണം. ഞാൻ എണീക്കുമ്പോൾ ചായ ഉണ്ടാവണം, കേട്ടില്ലേ? ഇതെന്താണ് ഇത് ചായ ആണത്? കാടി വെള്ളം അതിന് നല്ലതല്ലോ, മധുരമില്ല കടുപ്പില്ല. ഓ എന്തിനാ ഇതുപോലെ ഒഴിച്ചു കളയാനാ? ഒന്നല്ലെങ്കിൽ കടുപ്പുണ്ടാവില്ല, അല്ലെങ്കിൽ മധുരം ഉണ്ടാവില്ല. അത് നിനക്ക് നാശം കളയാനല്ലോ അവിടെ ഗ്യാസും പഞ്ചസാരയൊക്കെ മേടിച്ചു വെക്കുന്നത്, കേട്ടില്ലേ? അതെ, ഞാൻ കുറച്ചാളെ ലീവാ, ലോങ് ലീവാ. അപ്പൊ എനിക്ക് വായിക്കൽ രുചിയുള്ള എന്തെങ്കിലും കഴിക്കണം. ലീവാണോ? ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. ഓ നീ ശരി. എനിക്ക് ഈ നാട്ടും പുറത്ത് അവിയൽ തോരൻ മറ്റേ തോരൻ അല്ലാണ്ട് വല്ലതും മിക്ക അറിയോടി? എനിക്ക് മോഡേൺ ആയിട്ടുള്ള എന്തെങ്കിലും മിക്ക അറിയൂ? അടാ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമല്ലേ? അകലെ ഒക്കെ ആയില്ലേ നമ്മൾ? ലോക്ക്ഡൗൺ കുറച്ച് നീളുന്നാ പറഞ്ഞ. കൊറോണയ്ക്കല്ലേ ഞാനും ലോങ് ലീവ് എടുത്തിരിക്കുക. ഭയങ്കര ബോറടിയാടാ. ലൂഡോ കളിക്കാനാ? അതിന് ആരൊക്കെ ഉണ്ടടാ? ഞാനുണ്ട്, നീയുണ്ട്, പിന്നെ ആരാ? ആ നിൻ്റെ വൈഫുണ്ടാ? എൻ്റെ വൈഫിനെയാ? എനക്കൊല്ല പ്രാന്തല്ലടാ. അവൾക്ക് ഈ കല്ല് കളിക്കാനും മറ്റേ അടുക്കള പണിക്ക് പറ്റുള്ളൂ. തനിപ്പഴഞ്ചനാടാ. ആടാ ശരിടാ, ഞാൻ വിളിക്കാം. എന്താടി ഷർട്ടിന്റെ കോലം? ഇതിന്റെ വില അറിയോ നിനക്ക്? നീ എന്ത് കഴുകലാടി കഴുകണേ? എന്നോടുള്ള ദേഷ്യം കൂടി നിന്ന് തീർക്കണ്ട നീ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷമാവാനല്ല പോണേ. ഇതിനിടയ്ക്ക് ഞാൻ ഒരു ഷർട്ട് കഴിയിട്ട് പോലും ഇതുവരെ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ലേ? അപ്പൊ പെട്ടെന്ന് എന്തൊരു കംപ്ലൈന്റ്? ഹലോ ആടി, സുഖം. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാൻ വിളിച്ചത്. നീ തന്ന ഷർട്ടാ നാശം നശിപ്പിച്ചു, കഴുകി നശിപ്പിച്ചു, കളറൊക്കെ പോയി, മങ്ങിയത്. ഒരു കണക്ക് പുള്ളിലടി. അവൾക്ക് ഈ അടുക്കള പണിയും പിന്നെ നമ്മളിട്ട് ബുദ്ധിമുട്ടിക്കാൻ മാത്രം അറിയുള്ളൂ. അടി ഹലോ എടി, നിന്നെ കാണാൻ എന്താ വഴി? ഇപ്പൊ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ? ഞാൻ പിന്നെ ലോങ് ലീവ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും വഴിയുണ്ട് കാണാൻ? എടി വെച്ചില്ല, പിന്നെ വിളിക്കാം, അവൾ വന്നു തോന്നുന്നു. എന്താടി? അല്ല, എന്താ വാതിലൊക്കെ അടച്ചിട്ടിട്ട്? ആരോട് സംസാരിക്കണ്ടായിരുന്ന? വിളിച്ചതാ? വിളിച്ചെന്തല്ലോ ഓറടി. എന്താ ഡൗട്ട് ഉണ്ടോ? നോക്കിക്കോ. നടക്കണ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറ മനുഷ്യ. അല്ലെങ്കിലും ചില സമയത്ത് ഇങ്ങനെയാ, നമ്മൾ ചില സത്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് നോണയായിട്ട് തോന്നുന്നു. അടി അതാ നാശം കയറി വന്നതാ. ഒരു സമാധാനം തരില്ല, ഫുൾ ടൈം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ആ പിന്നെ പറ, നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 20,000 രൂപ? പിന്നെ എന്തിനാ അത്രയും പൈസ പോകും? നീ മുമ്പൊന്നും സൂചിപ്പിച്ചു പോയില്ലല്ലോ. ഇവിടെ എൻ്റെ അത്രയും കാണില്ല.
വെയിറ്റ് ഞാൻ അവളുടെ അക്കൗണ്ടിലുണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡി ബിന്ദു, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേ? എൻ്റെ ഒരു 20,000 രൂപ ഉണ്ടാവും എൻ്റെ അക്കൗണ്ടിൽ. 20,000 രൂപയോ? എന്തിനിപ്പോ അത്രയും പൈസക്ക്? എടാ, നീ ഉണ്ടെന്ന് പറയും, നീ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച സമയങ്ങളല്ലേ. ആ, എൻ്റെ അക്കൗണ്ടിലുണ്ട്, അത്യാവശ്യമാണെങ്കിൽ എടുത്തോ. ഹലോ, പൈസ ശരിയായിട്ടുണ്ട്. താങ്ക്സ് ഒന്നും വേണ്ടടി, ഞാൻ ആ മണ്ടത്തിനെ പറ്റിച്ചു. പിന്നെ നീ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തരാതിരിക്കാൻ പറ്റുമോ? ഓക്കെ ഡി, ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ ഡി. ബിന്ദു, ഒന്നോടെ വന്നേ. എന്തേ? എവിടെ ഇരിക്കും? നിനക്കൂടെ ഭയങ്കര പണിയല്ലേ? ഇതൊക്കെ ഒരു പണിയാണോ? ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്തല്ലേ? ഇതൊക്കെ ഞാൻ ചെയ്തോളാം. അല്ലടി, ഞാനൊരു സെക്കൻഡ് മാരേജ് ചെയ്താലോന്ന് ആലോചിക്കുക. അപ്പം നിനക്കൂടെ കൂട്ടിൻ്റെ ഒരാളായല്ലോ. എന്നിട്ട് തമാശക്കാണെങ്കിൽ പോലും ഇങ്ങനൊന്നും പറയണ്ട കേട്ടാ. അല്ലടി, നിനക്കിവിടെ ഒരുപാട് പണിയുണ്ടല്ലോ. ഈ പണിക്കിടയ്ക്ക് നിനക്ക് അമ്മേനും കൂടി നോക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ അമ്മേനെ കാണുന്ന പോലെ തന്നെ നിൻ്റെ അമ്മേനെയും കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതൊന്നും എനിക്ക് അത്ര വലിയ പണിയും കാര്യങ്ങളൊന്നും അല്ല. പിന്നെന്താ, ഇനിയിപ്പോൾ അടുത്ത് കാണണമെന്ന് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സീനാണ്. ഹോം നേഴ്സായിട്ടാ? അതൊരു നല്ല ഐഡിയ ആണല്ലോ. ഞാൻ അവളുടെ അടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് നോക്കാം. കാരണം അമ്മേനെ നോക്കാനൊരു ഹോം നേഴ്സിനെ വരുത്തിയാലോ ഒന്ന് ചോദിച്ചു നോക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്, നല്ലൊരു പോയിൻ്റാണ്. അപ്പം നമുക്ക് എന്നും കാണുകയും ചെയ്യാം, എന്നും സംസാരിക്കുകയും ചെയ്യാം. ശരിയല്ലേ? ഇത് എവിടുന്ന് നിനക്ക് ഇത്രയും ബുദ്ധിയൊക്കെ കിട്ടണം? ഞാൻ എന്തായാലും അവളോട് ചോദിക്കട്ടെ. ഓക്കെ. ഡി ബിന്ദു, എടി ബിന്ദു, എനിക്കൊരു ഐഡിയ തോന്നി. നമുക്ക് അമ്മേനെ നോക്കാനായിട്ടൊരു ഹോം നേഴ്സിനെ എടുത്തല്ലോ. അപ്പോൾ എല്ലാ പണിയും അവൾ ചെയ്തോളും. അപ്പം നിനക്ക് നിൻ്റെ വീട്ടിലത്തെ പണി മാത്രം ചെയ്താൽ മതി. അങ്ങനെയുണ്ട്. എന്തിനിപ്പോൾ ഹോം നേഴ്സിനൊക്കെ വെക്കേണ്ട ആവശ്യം? വെറുതെ കയ്യിലിരിക്കുന്ന പൈസ കളയാനാ? ഞാൻ ഇപ്പം നോക്കണത് നിനക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടോ? ശരിടി. ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു കാര്യം നടക്കില്ല. എൻ്റെ ദൈവമേ, ഏത് നേരത്താണ് ഇവിടെയൊക്കെ കെട്ടാൻ തോന്നിയത്? തുടങ്ങുന്നുണ്ട്. ഇവിടെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. കുട്ടി, ഞാനിപ്പോൾ വരാട്ടെ. രമേശിന്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് പാല് മേടിക്കാനാ. നീ എന്തെങ്കിലും ചീടിയാതെ എന്തിനാ നീ എൻ്റെ അടുത്ത് വന്നാ പറയണേ? പാല് എനിക്കല്ല കൂട്ടു, അമ്മയ്ക്കാണ്. അമ്മയ്ക്കായാലും അമ്മായിപ്പനായാലും നീ നിന്റെ കാര്യം നോക്കിക്കോ. പിന്നെ ഉള്ള കൊറോണ കൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്നിട്ടാ. ചായയോടെ ബിന്ദു, ബിന്ദു, ചായ എത്ര വട്ടം പറയേണ്ടത്? ഞാൻ എനിക്കിപ്പോ ചായ വേണം. ഇതുവരെ എനിക്കില്ലേ? എനിക്ക് തീരെ വയ്യ, കുറച്ച് നീങ്ങി നിന്നോട്ടാ. പിന്നെ അമ്മയ്ക്കും ചെറിയൊരു പനിയുണ്ട്. നീ അപ്പൊ ഒന്നും ഇവിടെ വെച്ചിട്ടില്ലെന്ന് ഞാൻ എന്താ കഴിക്കുക? നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാ. ഞാനല്ലടി, ഞാൻ വേണമെങ്കിൽ നിനക്ക് ടാക്സി വിളിച്ചുതരാം. നീ അമ്മേനെ കൊണ്ട് പൊക്കോ. അല്ലെങ്കിൽ വേണ്ട, നീ നിന്റെ വീട്ടിൽ കുറച്ചുകൂടെ ക്വാറന്റൈനിൽ അമ്മേനെ കൂട്ടിക്കോ. അതായിരിക്കും നല്ലത്.
ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ പുറത്തേക്ക് പോകണ്ടാന്ന്. അറ്റ്ലീസ്റ്റ് ഒരു കീപ് ഡിസ്റ്റൻസിലെങ്കിലും നിൽക്കണം, മനസ്സിലായ? കൊറോണയൊക്കെയാണ്. ഞാൻ അന്നേ നിൻ്റെ അടുത്ത് പറഞ്ഞതാ. ഇനി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞാ? ആ കഴിഞ്ഞു, ഇറങ്ങായി. ഡ്രസ് മാറി കഴിഞ്ഞാൽ പോവും. പോയി കഴിഞ്ഞാൽ സമാധാനം തരില്ല. ഹലോ, ആ ഞാൻ തന്നെ വിളിച്ചിരുന്നു. ബിസിയാ ഞാൻ. അത് അവൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. അവളുടെ ഒന്ന് പോയി കിട്ടി. അവൾക്കൊക്കെ ചെറിയൊരു പനി. അവളും അമ്മയും പോയി. അപ്പം ഞാൻ വീട്ടിലൊറ്റയ്ക്കാണ്. ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. എന്താണ്? 10,000 രൂപയാണ്. ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നിനക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മുൻകൂട്ടി പറയണ്ടേ? നിനക്ക് ഞാനെങ്ങനെ ഒപ്പിക്കാം, എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ ഓക്കെ. നല്ല പനിയുണ്ടല്ലോ ദൈവമേ. വയ്യ. ഹോസ്പിറ്റലിലേക്ക് പോയാലോ? എന്തുവിനെ വിളിക്കണം? വേണ്ട, സ്വാധീനം വിളിക്കും. ആ സ്വാധീനം എടി പൈസ കിട്ടിയില്ലേ? ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ബിസി ആയിരുന്നു. അതെ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചത്. എനിക്ക് തീരെ വയ്യടി, ചെറിയ പനിക്കുണ്ട്. നീ എൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വരുമോ? വരാൻ പറ്റില്ല എന്നാണോ പറയണേ? എൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വന്നു വെച്ചാൽ ആരും കാണാനൊന്നും പോണില്ല. അപ്പം അത്രയ്ക്കേ ഉള്ളൂ അല്ലേ? എടി, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എന്തുവിനും അമ്മേനും വരെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയത്. എന്നിട്ട് ഇപ്പം അങ്ങനെയൊക്കെ ആയില്ലേ? എടി, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് അവൾ ഒരു കുറവും വരുത്തിയിട്ടില്ല ഇതുവരെ. എന്നിട്ട് നിനക്ക് വേണ്ടിയിട്ടാണ് അവൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഞാൻ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവളെ മാറ്റി നിർത്തിയത്. എനിക്ക് നേരത്തിന് ഫുഡ്, ഡ്രസ്സ്, കാര്യങ്ങൾ എല്ലാം എൻ്റെ മുന്നിലെത്തുമായിരുന്നു. എന്നിട്ട് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ. നിൻ്റെ അടുത്ത് ഞാൻ ഇത്രയും കൂടി പ്രതീക്ഷിച്ചില്ലടാ. ഹലോ ഹലോ, കട്ടാക്കിയല്ലേ? അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ തനിച്ച്. ഇപ്പം എൻ്റെ കൂടെ ആരില്ല. എന്തിനു വേണ്ടിയിട്ടാ? അവൾക്ക് പൈസ മാത്രമേ ആവശ്യം. ഒക്കെ ഞാനായിട്ട് വരുത്തി വെച്ചതാ. ഇതൊന്നും അനുഭവിക്കാതെ ഞാൻ മേടിക്കില്ല. ഹലോ ഹലോ. ആ അതെ, എനിക്കും അമ്മയ്ക്കും പോസിറ്റീവായിരുന്നു. ആ ഇപ്പം മാറി. അതിനെന്തെങ്കിലും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ച ഫോൺ എടുക്കണില്ലല്ലോ. സോറി എടി, എനിക്ക് തീരെ വയ്യടി. ഇന്ന് കാലത്തോട്ട് ഭയങ്കര പനിയൊക്കെയുണ്ട്, ഭയങ്കര ചുമ. അയ്യോ, എന്താ പറ്റിയേ? ഞാൻ അമ്മേനെയും കൊണ്ട് വേഗം വരാം. നമുക്കെന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഹോസ്പിറ്റലേ? ഇനി ചിലപ്പോൾ എനിക്ക് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പേടിയില്ല. പേടിയാ? നിനക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ വേണ്ട നോക്കാൻ. ഞാൻ എന്തായാലും വരാം, അമ്മേനെ കൂട്ടി വേഗം വരാട്ടാ.
ഓക്കെടി, ശരി. കിട്ടുമോ? അമ്മ വന്നില്ലേ? ഇല്ല, അമ്മേനെ കൊണ്ടുവന്നിട്ടില്ല. നിനക്കെങ്ങാനും പോസ്റ്റ് ചെയ്യണമെങ്കിലോ? ഇപ്പൊ അമ്മ വയസ്സായതല്ലേ, അത് കാരണം കൊണ്ട് അമ്മേനെ കൊണ്ടുവന്നില്ല. അത് നന്നായിടി, അത് നന്നായി. എന്നാലും നീ വന്നല്ലോ, അത് മതി. നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ തന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ആ നേരത്തെ ഒരു എന്നോട് ക്ഷമിക്കുന്നു. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്നൊന്നും ഉണ്ടാവില്ലേ. നീ ഇവിടെ റെസ്റ്റ് എടുത്തോ, ഞാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം, അവിടെ വെക്കാം. എന്നിട്ട് എടുത്ത് കഴിച്ചോട്ടോ. എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകട്ടോ. ഒറ്റത്തെ മുല്ലേക്ക് മണല്ല എന്നൊക്കെ പറഞ്ഞു കാര്യം എടുക്കണ്ടായിട്ട് ഞാൻ അവളുടെ ഒന്നും പുറകെ പോയില്ലല്ലോ. പൈസയ്ക്ക് വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരുന്ന കുറേ പേരുണ്ട്. ഇതെല്ലാവർക്കും ഒരു പാടാണത്. സ്വന്തം ഭാര്യ ഉണ്ടായിട്ടും അന്യ സ്ത്രീകളെ തേടി പോകുന്നവർക്കൊരു പാഠം. ആരും ഇതുപോലുള്ള ചതിക്കുള്ളിൽ വീഴാതിരിക്കട്ടെ.